Good morning guys. Today we are going for a cycle ride. എവിടെ വരെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ, എന്നാലും നോക്കാം. So we are going to start our journey. ചന്ദ്രനൊന്നും ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്ത് ആളുകളൊക്കെ പാല് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ വരുന്നുണ്ട്. രാവിലെ തണുപ്പൊക്കെ അടിച്ചോ, എന്ത് രസമാണെന്നറിയാവോ ഗൈസ്. റോഡിലൊന്നും ഒറ്റ മനുഷ്യരില്ല, അതുകൊണ്ട് വലിയ വിഷയമില്ല. ഇത് ഫുള്ള് ഇറക്കമായതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഇറക്കമെല്ലാം തിരിച്ച് ചവിട്ടി കയറ്റണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് കിളി പാറുന്നത്. ആ ഒരു കടൽ വൈബൊക്കെ കിട്ടുന്നില്ല ഗൈസ്. ഇവിടെ എനിക്ക് കൈവിട്ട് ഓടിക്കാൻ ഇച്ചിരി പേടിയുണ്ട്, കാരണം വളവല്ലേ. അതുകൊണ്ട് വണ്ടി വല്ല ഓപ്പോസിറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും. അങ്ങനെ നമ്മൾ കാപ്പിൽ ബീച്ചിലെത്തി ഗൈസ്. ഈ ഒരു റോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു സൈഡിൽ കായലും ഒരു സൈഡിൽ കടലുമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കായലിലോട്ടാണ്. നോർമലി നമ്മൾ കാപ്പിൽ ബീച്ചിൽ വരാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡിലോട്ട് വരുന്നത്. ലേക്കിൽ അങ്ങനെ ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഞാനിന്ന് പോകുന്ന കാപ്പിൽ ലേക്കിലാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കൊടിയൊക്കെ വെച്ചേക്കുന്ന അഡ്വഞ്ചർ പാർക്കാണ്, നമുക്ക് പിന്നെ സംസാരിക്കാം. ഈ ഒരു ആനക്കുട്ടികളെ വെച്ച എൻട്രൻസിൽ കൂടെ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് കാപ്പിൽ ലേക്കിൻ്റെ ഈ ഒരു വ്യൂ പോയിന്റിലോട്ട് നിൽക്കാൻ പറ്റുന്നത്. വ്യൂ പോയിന്റ് എന്നൊക്കെ പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഞാൻ അങ്ങ് പറഞ്ഞതാണ്. പിന്നെ ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. ഞാൻ എൻ്റെ സൈക്കിളിനെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് വ്യൂ ഒക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നൊരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്. അപ്പം ഈ വെള്ളത്തിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ട്രെയിൻ പോകണമല്ലോ കാണാം, നല്ല രസമല്ലേ. ചെണ്ടി പോലൊരു മലാക സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വിളിച്ചാലോ, അതേപോലെ ഉണ്ട് ആ സൂര്യനെ കാണാൻ. ആരും പേടിക്കണ്ട, ഇച്ചിരി എക്സൈറ്റ്മെൻറ്റ് കൂടിപ്പോയതാണ്. ഞാനിനി പാടത്തില്ല, ആവർത്തിക്കത്തില്ല. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നു, ഇവിടെ നല്ല കാറ്റുണ്ട്. കാഴ്ചയും കണ്ടിങ്ങനെ ഇരിക്കാൻ തോന്നുന്നതുകൊണ്ട് അങ്ങോട്ട് നേരെ ഫുൾ കായലിലൊക്കെ ഇങ്ങനെ അലയടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമ്മൾ ഈ വ്യൂ ഒക്കെ ആസ്വദിക്കണമെങ്കിൽ കുറേ ദൂരത്ത് പോകണമെന്നൊന്നുമില്ല ഗൈസ്. നമ്മുടെ അടുത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പ്ലേസൊക്കെ കാണും. ഇതിപ്പോൾ ഒരു വ്ളോഗായിട്ട് ഇടണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എനിക്ക് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാരണം എനിക്ക് ഇടാൻ തോന്നി. ഇവിടുത്തെ ഒടുക്കത്തെ കാറ്റ്. ഇതിപ്പോൾ ഇങ്ങനെ ഫോണിൽ പകർത്തുമ്പോൾ നിങ്ങൾക്ക് അത്ര ഭംഗി ഉണ്ടായിട്ട് തോന്നുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നേരിട്ട് വന്ന് ഇവിടെ കുറച്ച് സമയം, അതും രാവിലെ ഒരു 7 മണി സമയത്തൊക്കെ നമ്മളിവിടെ വന്ന് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ 7 മണിയല്ല, ഞാൻ ഒരു 7:30 ആയിരുന്നു എത്തിയപ്പോൾ. ആ ഒരു സമയത്ത് സൂര്യനൊക്കെ ഉദിച്ചു വരുന്നൊരു സമയത്ത് ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വൈബാണ് ഗൈസ്. ഇതൊരു സോളോ റൈഡ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ക്യാമറാമാൻ ഞാനായിരുന്നു. അതുകൊണ്ട് അവിടെ ടൈമറൊക്കെ ഇട്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കി നിന്നു. ഒരു 3-4 ട്രെയിനെങ്കിലും അപ്പം റെയിൽവേ ട്രാക്കിൽ കൂടി ഇങ്ങനെ പോയിട്ടുണ്ടാവും. അടുത്ത് പരവൂർ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പുറത്തെ സൈഡ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലെ ഒരു ഐറ്റം ഉണ്ട്, പക്ഷെ അത് പൂട്ടിയിട്ടേക്കുവാണ്. അപ്പുറത്തെ ബിൽഡിങ്ങിലാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഇരിക്കാനൊക്കെ കുറച്ച് സ്പേസ് ഉണ്ട്. നമ്മൾ നേരത്തെ അവിടെ പോയിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് തിരിച്ചു പോവാം ഗൈസ്. അപ്പുറത്തെ സൈഡിൽ എന്തോ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള സംഭവമാണെന്ന് തോന്നുന്നു. എന്തുവാണെന്ന് ഞാൻ കറക്റ്റ് നോക്കിയില്ല. സ്ഥലമൊക്കെ ആസ്വദിക്കാൻ വരുന്നത് നല്ലതാണ് ഗൈസ്, പക്ഷെ വരുന്ന സ്ഥലത്ത് വേസ്റ്റ് ഇടാതിരിക്കാനുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ശ്രദ്ധിക്കുക. കണ്ടോ, നല്ല കാറ്റോട്ട്. അങ്ങോട്ട് കയറി വന്നപ്പോൾ എൻട്രൻസ് കാണിക്കാൻ പറ്റില്ല. കയറി വരുമ്പോഴാണ് എൻട്രൻസ് കാണിക്കേണ്ടത്. സോറി ഗൈസ്, ഇവിടെ അഗതി ഒഴിഞ്ഞ ആനയൊക്കെ ഇരിക്കും. സോ നമ്മൾ റോഡിലോട്ട് കയറി. നേരത്തെ എൻട്രൻസ് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇപ്പോൾ കാണിക്കുന്നു. സോ നമ്മൾ തിരിച്ചു പോവാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ അഡ്വഞ്ചർ പാർക്ക് എന്നുള്ള എൻട്രൻസ് ഒക്കെ കൊടുത്തിട്ട് അവിടെ ATV റൈഡും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ടെന്നാണ് അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. പിന്നെ നമ്മൾ അങ്ങോട്ട് വേറൊരു ദിവസം പോവും. സോ നമുക്ക് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാം.